ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മട്ടർ പനീറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മളൊന്ന് മട്ടർ പനീർ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ചപ്പാത്തി, പരാഠ, പുൽക്കയുടെ കൂടെ ആണെങ്കിൽ ഇത് സെർവ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക. വലിയ ഏലക്കയില്ലേ അത് ഇട്ട് കൊടുക്കണം. ഒരു 3 ചെറിയ ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാള നീളനെ അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു 8-10 അല്ലി നമുക്കാണെങ്കിൽ വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 കഷ്ണം നമുക്കാണെങ്കിൽ അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു കഷ്ണം നമുക്ക് ഇഞ്ചി, പിന്നെ ഒരു 3-4 പച്ചമുളക് എത്ര എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടെടുക്കാം. എപ്പോഴും നമ്മളാണെങ്കിൽ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരെ വെള്ളം എടുത്ത് ഒഴിച്ച് വേവിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. ആദ്യം എണ്ണയ്ക്കകത്ത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാൻ ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിക്കാവുള്ളൂ. 2 തക്കാളിയും കൂടി ഞാൻ ചെറുതാക്കി ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് ഇനി തക്കാളിക്കൊന്ന് വെന്ത് വരുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കധികം സമയം പിടിക്കത്തില്ല. കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരാവി നന്നായിട്ട് ഒരു തള വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതേ തക്കാളിയൊക്കെ ഒന്ന് വേവുന്നേരം നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നുപോലെ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേ നമ്മളെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി, ഇത് തണക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും ചെയ്തെടുക്കാം. നമുക്ക് ആ കടായിലേക്ക് തന്നെയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് എരിവില്ല കേട്ടോ, കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പച്ചമുളക് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ എരിവ് കിട്ടുമല്ലോ, അത് കാരണം കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നമ്മളാണെങ്കിൽ അരച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം അതും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഒന്നും സാധനങ്ങൾ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു 1/2 കപ്പ് ഇവിടെ ആണെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസ് ഇപ്പോൾ കിട്ടും കേട്ടോ. നല്ല തണുപ്പ് സമയമില്ല, അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഉണക്ക വെട്ടണം രാത്രി കുതിർത്തിയതിന് ശേഷം ഒന്ന് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചതിന് ശേഷം വേണേ അതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്കൊന്നും തള വരുമ്പോൾ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ വേവിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ ഇച്ചിരി ഉപ്പും ഇട്ടെടുത്ത് നന്നായിട്ട് രണ്ടുണ്ടാവും. ഒന്നും തള വരുമ്പോൾ നന്നായിട്ട് പാകത്തിന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് അതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇട്ടതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതിനകത്ത് വീട്ടിലെ പാൽപ്പാട, നമ്മുടെ വീട്ടിൽ പാൽപ്പാട ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ അതാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആണെങ്കിൽ പാൽപ്പാടാണെങ്കിൽ ഫ്രഷ് ക്രീം ഇപ്പം എൻ്റെ ഇല്ലായിരുന്നു. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പാട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു 200 ഗ്രാം ഞാൻ പനീർ ഇതുപോലെ ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയ്ക്കകത്തോ ബട്ടറിനകത്തൊന്നും നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ സെയിം അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റത്തേക്ക് എല്ലാം റെഡിയായിരിക്കുക കേട്ടോ. ഇനി വേവാനൊന്നുമില്ല, ബസ് ചെറുതായിട്ട് ഒരു തള വന്നാൽ മാത്രം മതി. ഗ്രേവി ഇത്രയും മതി കേട്ടോ. ഇച്ചിരി തിക്കായിട്ട് തന്നെ വേണം ഇരിക്കാനായിട്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ എൻ്റെ മേളിൽ കൂടെ ഒന്ന് വെതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മട്ടർ പനീർ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മട്ടർ പനീർ നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ചപ്പാത്തി, പുൽക്ക, പരാഠയുടെ കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യണം. നല്ല അടിപൊളിയായിട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെടുന്നുണ്ട് പറയുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.